എല്ലാവർക്കും മെയ് ഹിന്ദി ഈസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ 10th ക്ലാസ് ചലഞ്ചിൻ്റെ 10ാമത്തെ പാർട്ടാണ്, അതായത് അവസാന പാർട്ടാണ്. ഇന്ന് കൊടുത്തിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതും ഒരുപാട് പേർക്ക് സംശയമുണ്ടാക്കുന്നതുമായിട്ടുള്ള കുറച്ച് വാക്കുകളെ കുറിച്ചാണ്. അതായത് സർവനാമങ്ങളുടെ ഒപ്പം കാരക് ചിഹ്നം ചേരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാതെയാണ് നമ്മളിൽ പലരും പഠിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. ആദ്യം സർവനാമവും കാരകവും ചേർന്ന് വരുമ്പോൾ വ്യത്യാസം എന്താണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റ് ഇതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി സെൻറ്റൻസുകളാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് കണ്ട് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. 10th ക്ലാസ് ചലഞ്ചിൻ്റെ കഴിഞ്ഞ കുറച്ച് ഭാഗങ്ങളിൽ നമ്മൾ കാരക് ചിഹ്നങ്ങൾ പഠിച്ചു. ഈ കാരക് ചിഹ്നങ്ങൾ സർവനാമങ്ങളുടെ ഒപ്പം, അതായത് പ്രൊനൗണിൻ്റെ കൂടെ മേം, വ, ഹം ഇതുപോലുള്ള സർവനാമങ്ങളുടെ കൂടെ ചേരുമ്പോൾ എന്ത് വ്യത്യാസമാണ് വരുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. മേ പ്ലസ് നെ, മേനെ. മേ പ്ലസ് കോ, മുജെ അല്ലെങ്കിൽ മുജുക്കോ. മുജെ എന്നും യൂസ് ചെയ്യാം, മുജുക്കോ എന്നും യൂസ് ചെയ്യാം, രണ്ടും കറക്റ്റാണ്. മേം പ്ലസ് സേ, മുജ്സേ. മേം പ്ലസ് കാ, കെ, കി. ഇവിടെ മേം പ്ലസ് കാ മേരാ, മേം പ്ലസ് കെ മേരെ, മേം പ്ലസ് കി മേരി. മേ പ്ലസ് മേ, മുझ में. മേ പ്ലസ് पर, मुझ पर. മുझे एक കലം ദീജിയേ, മുझे एक കലം ദീജിയേ. ഇവിടെ എനിക്ക് ഒരു പേന തന്നാലും എന്നാണ് വാക്യത്തിൻ്റെ അർത്ഥം വരുന്നത്. ഞാൻ എന്ന സർവനാമിനൊപ്പം കോ എന്ന കാരക് ചിഹ്നം ചേരുമ്പോൾ, മേ പ്ലസ് കോ എന്ന് ചേരുമ്പോൾ മുജെ അല്ലെങ്കിൽ മുജുക്കോ എന്നായി മാറുന്നു. ഇവിടെ മുജെ ആയാലും മുജുക്കോ ഈ രണ്ടിലേതെങ്കിലും ഒരു വാക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്നുള്ളതിൻ്റെ ഒപ്പം കോ എന്നുള്ള കാരക് ചേരുമ്പോൾ എനിക്ക് എന്നർത്ഥം വരുന്നു, മുജെ. മുജെ കലം ദീജിയേ, എനിക്കൊരു പേന തന്നാലും. മുജ്സെ സച്ച് ബോലോ, എന്നോട് സത്യം പറയൂ, എന്നോട്. മേം എന്ന സർവനാമത്തിനൊപ്പം സേ എന്ന കാരക് ചിഹ്നം ചേരുമ്പോൾ, മേം പ്ലസ് സേ ചേരുമ്പോൾ മുജ്സെ എന്നായി മാറുന്നു. മുജ്സെ സത്യം പറയൂ, സത്യം സച്ച്, ബോലോ പറയൂ, മുജ്സെ സച്ച് ബോലോ. മേരെ ദോസ്ത് സെ മാംഗോ. ഇവിടെ ദോസ്ത് സുഹൃത്ത്, ദോസ്ത് സെ സുഹൃത്തിനോട്. മേരെ, മേരെ എന്നാവുന്നത് എന്തുകൊണ്ടാണ്? ദോസ്തിൻ്റെ കൂടെ ഒരു സേ എന്നുള്ള കാര കൂടി വന്നത് കൊണ്ടാണ് മേര എന്നുള്ളത് മേരെ എന്നായി മാറിയത്. മേരെ ദോസ്ത് സെ മാംഗോ, എൻ്റെ സുഹൃത്തിനോട് ആവശ്യപ്പെടൂ. തൂ പ്ലസ് നെ, തൂനെ. തൂ പ്ലസ് കോ, തുജെ അല്ലെങ്കിൽ തുജുക്കോ. തൂ പ്ലസ് കാ, കെ, കി. തൂ പ്ലസ് കാ തേരാ, തൂ പ്ലസ് കെ तेरे, तू प्लस की तेरी. तू प्लस में, तुझ में. तू प्लस पर, तुझ पर. അടുത്തത് തും പ്ലസ് നെ, തുംനെ. തും പ്ലസ് കോ, തുജെ അല്ലെങ്കിൽ തുജുക്കോ. തും പ്ലസ് കാ, കെ, കി. തും പ്ലസ് കാ തുമാരാ. തും പ്ലസ് കെ തുമാരെ. തും പ്ലസ് की तुम्हारी. तुम प्लस में, तुम में. तुम प्लस पर, तुम पर. അടുത്തത് എല്ലാവർക്കും സംശയം തോന്നുന്നൊരു കാര്യമാണ് ഇസ്നെ, ഉസ്നെ, ഇനോനെ, ഉനോനെ. ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഒരുപാട് സെൻറ്റൻസുകളിൽ കണ്ടിട്ടുണ്ടാകും. പക്ഷേ എന്താണത് അർത്ഥം, അല്ലെങ്കിൽ എവിടെയാണത് പ്രയോഗിക്കേണ്ടതെന്ന് പലർക്കും കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതോടുകൂടി ആ കൺഫ്യൂഷൻ തീരും. നോക്കാം നമുക്ക്. യ പ്ലസ് നെ, യഹിൻ്റെ കൂടെ നെ ചേരുമ്പോഴാണ് ഇസ്നെ എന്ന് വരുന്നത്. യ പ്ലസ് നെ, ഇസ്നെ. യ പ്ലസ് കോ, ഇസ്കോ അല്ലെങ്കിൽ ഇസേ. യ പ്ലസ് സേ, ഇസ്സേ. യ പ്ലസ് കാ, കെ, കി. ഇസ്കാ, ഇസ്കേ, ഇസ്കി. യ പ്ലസ് മേ, ഇസ്മേ. യ പ്ലസ് പർ, ഇസ്പർ. ഇതുപോലെ തന്നെയാണ് വഹിൻ്റെയും. നമുക്ക് നോക്കാം. അടുത്തുള്ള വസ്തുവിനെയോ വ്യക്തിയോ സൂചിപ്പിക്കാൻ നമ്മൾ യഹ് എന്നുള്ളതും ദൂരെയുള്ള വസ്തുവിനെയോ വ്യക്തിയെ സൂചിപ്പിക്കാൻ വഹുമാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ ഈ രണ്ടിൻ്റെയും കൂടെ കാരക് ചിഹ്നങ്ങൾ വരുമ്പോൾ രണ്ട് രീതിയിലാണ് പ്രയോഗിക്കുന്നത്.
യഹിൻ്റെ കൂടെ ചേരുമ്പോൾ ഈ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ വഹിൻ്റെ കൂടെ ചേരുമ്പോൾ ഊ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് മാറിപ്പോവാൻ നോക്കുക. വ പ്ലസ് നെ ഉസ്നെ, വ പ്ലസ് കോ ഉസ്കോ അല്ലെങ്കിൽ ഉസേ, വ പ്ലസ് സേ ഉസ്സേ, വ പ്ലസ് കാ കെ की, വ പ്ലസ് കാ उसका, വ പ്ലസ് കെ उसके, വ പ്ലസ് की उसकी, വ പ്ലസ് മേ उसमें, വ പ്ലസ് पर उस पर. വഹിൻ്റെയും ബഹുവചന രൂപത്തിനൊപ്പം കാരക ചിഹ്നം വരുമ്പോൾ എങ്ങനെയാന്ന് നോക്കാം. യെ പ്ലസ് നെ ഇനോനെ, യെ പ്ലസ് കോ ഇൻകോ ഇനെ, യെ പ്ലസ് സേ ഇൻസേ, യെ പ്ലസ് കാ കെ की, യെ പ്ലസ് കാ ഇൻകാ, യെ പ്ലസ് കെ ഇൻകെ, യെ പ്ലസ് की इनकी, യെ പ്ലസ് മേ ഇൻമേം, യെ പ്ലസ് പർ ഇൻ പർ. ഇനി വഹിൻ്റെ പ്ലൂറലായ വേയോടൊപ്പം എങ്ങനെയാന്ന് നോക്കാം. വേ പ്ലസ് നെ ഉനോനെ, വേ പ്ലസ് കോ ഉൻകോ അല്ലെങ്കിൽ ഉനെ, വേ പ്ലസ് സേ ഉൻസേ, വേ പ്ലസ് കാ കെ की, വേ പ്ലസ് കാ ഉൻകാ, വേ പ്ലസ് കെ ഉൻകെ, വേ പ്ലസ് की उनकी, വേ പ്ലസ് മേ ഉൻമേം, വേ പ്ലസ് പർ ഉൻ പർ. അടുത്തത് ഹം പ്ലസ് നെ ഹംനെ, ഹം പ്ലസ് കോ ഹമേ അല്ലെങ്കിൽ ഹംകോ, ഹം പ്ലസ് സേ ഹംസേ, ഹം പ്ലസ് കാ കെ की, हम प्लस का हमारा, हम प्लस के हमारे, हम प्लस की हमारी, हम प्लस में हम में, हम प्लस पर हम पर. അടുത്തത് आप प्लस ने आपने, आप प्लस को आपको, आप प्लस से आपसे, आप प्लस का आपका, आप प्लस के आपके, आप प्लस की आपकी, आप प्लस में आप में, आप प्लस पर आप पर. അടുത്ത വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്, അതായത് ജോ. ജോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, യാതൊരുവനാണോ ആ കാര്യം ചെയ്തത് അവൻ അതിൻ്റെ ഫലമുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടും എന്ന് പറയുവാണ്. അപ്പോൾ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച്, ഓക്കെ, ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് പറയുമ്പോഴാണ് നമ്മൾ ജോ എന്നുള്ള വാക്ക് പ്രയോഗിക്കുന്നത്. ജോ എന്ന വാക്ക് സിംഗുലർ ആണെങ്കിൽ ജോ പ്ലസ് നെ ജിസ്നെ, ജോ പ്ലസ് കോ ജിസ്കോ അല്ലെങ്കിൽ ജിസേ, ജോ പ്ലസ് സേ ജിസ്സേ, ജോ പ്ലസ് കാ കെ की, ജോ പ്ലസ് കാ ജിസ്കാ, ജോ പ്ലസ് കെ ജിസ്കെ, ജോ പ്ലസ് की जिसकी, ജോ പ്ലസ് മേ ജിസ്മേ, ജോ പ്ലസ് പർ ജിസ് പർ. ഇനി ജോ എന്ന വാക്ക് കുറച്ച് ആളുകളെ ഉദ്ദേശിച്ചാണെങ്കിൽ, പ്ലൂറൽ ആണെങ്കിൽ എങ്ങനെ വരാം? ജോ പ്ലസ് നെ ജിനോനെ, ജോ പ്ലസ് കോ ജിൻകോ അല്ലെങ്കിൽ ജിനെ, ജോ പ്ലസ് സേ ജിൻസേ, ജോ പ്ലസ് കാ കെ की, ജോ പ്ലസ് കാ जिनका, जो प्लस के जिनके, जो प्लस की जिनकी, जो प्लस में जिनमें, जो प्लस पर जिन पर. അടുത്ത വാക്ക് നോക്കാം, കോൺ. കോൺ മീൻസ് ആര്. അതിനൊപ്പം കാരകചിഹ്നം വന്നാൽ എന്ത് വ്യത്യാസമാണ് നോക്കാം. അത് സിംഗുലർ ആയിരിക്കുമ്പോൾ, അതായത് കോൺ എന്നുള്ള വാക്ക് ഒരാളെ ഉദ്ദേശിച്ചാണെങ്കിൽ, കോൺ പ്ലസ് നെ കിസ്നെ, നമ്മൾ ആര് ചെയ്തു, ആര് പാടി എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ കോന്റെ കൂടെ നെ എന്നുള്ള പ്രത്യയം ചേരുമ്പോഴാണ് കോൺ പ്ലസ് നെ കിസ്നെ എന്നായി മാറുന്നത്. കോൺ പ്ലസ് കോ കിസ്കോ അല്ലെങ്കിൽ കിസേ, കോൺ പ്ലസ് സേ കിസ്സേ, കോൺ പ്ലസ് സേ കിസ്സേ, കോൺ പ്ലസ് കാ കെ की, കോൺ പ്ലസ് കാ കിസ്കാ, കോൺ പ്ലസ് കെ കിസ്കെ, कौन प्लस की किसकी, कौन प्लस में किस में, कौन प्लस पर किस पर.
ഇനി കോൻ എന്ന വാക്ക് ബഹുവചനത്തിലാണെങ്കിൽ, അതായത് ഒന്നിലധികം ആൾക്കാരെ ഉദ്ദേശിച്ചാണ് പറയുന്നെങ്കിൽ കോൻ പ്ലസ് നെ കിനോനെ എന്നായി മാറുന്നു. കിനോനെ ആരൊക്കെ. കോൻ പ്ലസ് കോ കിൻകോ അല്ലെങ്കിൽ കിനെ. കോൻ പ്ലസ് സെ കിൻസെ. കോൻ പ്ലസ് കാ കെ की. कौन प्लस का किनका. कौन प्लस के किनके. कौन प्लस की किनकी. कौन प्लस में किन में. कौन प्लस पर किन पर. അടുത്തത് കോയി. കോയി എന്ന വാക്കിനർത്ഥം ആരോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നാണ് അർത്ഥം. ഇവിടെ കോയി എന്ന വാക്ക് ഏകവചനമാണ്, സിംഗുലർ ആണെങ്കിൽ അതിനൊപ്പം കാരചിഹ്നം വരുമ്പോൾ എങ്ങനെയാന്ന് നോക്കാം. കോയി പ്ലസ് നെ കിസിനെ. कोई प्लस को किसी को. कोई प्लस से किसी से. कोई प्लस का के की. कोई प्लस का किसी का. कोई प्लस के किसी के. कोई प्लस की किसी की. कोई प्लस में किसी में. कोई प्लस पर किसी पर. അടുത്തത് കോയി എന്നുള്ള വാക്ക് ബഹുവചനമാണ് എങ്കിൽ എന്താണ് വ്യത്യാസം വരുന്നത് നോക്കാം. कोई प्लस ने किनी ने. कोई प्लस को किनी को. कोई प्लस से किनी से. कोई प्लस का के की. कोई प्लस का किनी का. कोई प्लस के किनी के. कोई प्लस की किनी की. कोई प्लस में किनी में. कोई प्लस पर किनी पर. ഇനി നമുക്ക് ഇതിന്റെ ഉദാഹരണങ്ങൾ നോക്കാം. क्या किनी को कोई समस्या है. क्या किनी को कोई समस्या है. ഇവിടെ കിനിക്കോ എന്ന് ഉദ്ദേശിക്കുന്നത് കോയി എന്ന വാക്കിന്റെ ബഹുവചനത്തിനൊപ്പം കോ ചേർന്നു. അല്ലെ, ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കില്ലേ, അതാണ് ഇവിടെ. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതായത് ഒന്നിലധികം പേരെ ഉദ്ദേശിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. क्या किनी को कोई समस्या है. Is there anyone who has a problem. അടുത്തത് क्या किनी ने उसे देखा. അതായത് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ അവനെ കണ്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരാളെ അല്ല, ഒന്നിലധികം പേരെയാണ് ഉദ്ദേശിക്കുന്നത്. ക്യാ കിനീനെ. ഇവിടെ കോയി എന്ന വാക്ക് ബഹുവചനത്തിലായിരിക്കുമ്പോൾ അതിന്റെ കൂടെ നേ ചേരുമ്പോഴാണ് കിനീനെ എന്നായത്. ഓക്കെ, ആരെങ്കിലും അവനെ കണ്ടോ. ഉസെ ദേഖ. ക്യാ കിനീനെ ഉസെ ദേഖ. ആരെങ്കിലും അവനെ കണ്ടോ. ഡിഡ് എനിവൺ സീ ഹിം. ഏതെങ്കിലും രണ്ട് പഴഞ്ചൊല്ലുകൾ കൊണ്ട് വാക്യങ്ങൾ ഉണ്ടാക്കൂ. ഏതെങ്കിലും രണ്ട് എന്ന് പറയുമ്പോൾ എനി ടു അല്ലെ, അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ പറയാം. കിനി ദോ. കിനി ദോ പഴഞ്ചൊല്ല് എന്നുള്ളതിന് മുഹാവര. മുഹാവരകൾ കൊണ്ട് എന്ന് പറയുമ്പോൾ മുഹാവരോം സേ. കിനി ദോ മുഹാവരോം സേ വാക്യ ബനാവോ. ഓക്കെ, വാക്യങ്ങൾ നിർമ്മിക്കൂ. കിനി ദോ മുഹാവരോം സേ വാക്യ ബനാവോ. മേക്ക് സെന്റൻസസ് വിത്ത് എനി ടു ഇഡിയംസ്. ഏതെങ്കിലും രണ്ട് പഴഞ്ചൊല്ലുകൾ കൊണ്ട് വാക്യങ്ങൾ ഉണ്ടാക്കൂ. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാറുണ്ട്, ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻ ഉത്തരം എഴുതുക. കിനി ദോ പ്രശ്നോ കെ ഉത്തർ ലിഖിയേ. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ള വാക്കുകളാണ്. പക്ഷെ എന്താണ് ഇതിന്റെ അർത്ഥം, എങ്ങനെയാ വരുന്നതെന്നൊക്കെ മിക്കവർക്കും അറിയില്ല. അപ്പോൾ ഇതോടുകൂടി നിങ്ങൾക്ക് അത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ജിസെ ചാഹോ സാത്ത് ലേ ജാവോ. ജിസെ. ജിസെ എങ്ങനെയാ വന്നത്. ജോ എന്ന വാക്കിനൊപ്പം കോ എന്ന കാരചിഹ്നം ചേർക്കുമ്പോൾ ജിസെ അല്ലെങ്കിൽ ജിസ്കോ എന്നുള്ള വാക്ക് നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ ജിസെ ആരെ, ചാഹോ വേണമെങ്കിലും, ആരെയാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സാത്ത് ലേ ജാവോ. സാത്ത് മീൻസ് കൂടെ, ലേ ജാവോ മീൻസ് കൊണ്ടുപോകൂ. ആരെ വേണമെങ്കിലും കൂടെ കൊണ്ടുപോകൂ. ജിസെ ചാഹോ സാത്ത് ലേ ജാവോ. അടുത്തത് ജിനോനെ ഭാഗ് ലിയാ ഥാ സബ് ജീത് ഗയേ. ജിനോനെ ഇവിടെ പ്ലൂറൽ ആണ്. ജോ എന്നുള്ളത് പ്ലൂറൽ ആകുമ്പോ അതിന്റെ കൂടെ നമ്മൾ നേ ചേർക്കുമ്പോഴാണ് ജിനോനെ എന്നായി മാറുന്നത്. അപ്പോ ജിനോനെ ഭാഗ് ലിയാദ. ഭാഗ് ലിയ എന്ന് പറഞ്ഞാൽ പങ്കെടുത്തത്. ജിനോനെ ഭാഗ് ലിയാദ ആരൊക്കെയാണോ പങ്കെടുത്തത്. സബ് ജീത് ഗയേ. സബ് എല്ലാവരും. ജീത് ഗയേ ജയിച്ചു. ആരൊക്കെയാണോ പങ്കെടുത്തത് അവരെല്ലാവരും വിജയിച്ചു. ഓൾ ദോസ് ഹു പാർട്ടിസിപ്പേറ്റഡ് വോൺ. അടുത്തത് അദ്ദേഹം തന്റെ കടമ നിർവഹിച്ചു. അദ്ദേഹം എന്ന് പറയുമ്പോൾ വേയുടെ കൂടെ നേ ചേരുന്നു. വേ പ്ലസ് നേ ഉനോനെ. അദ്ദേഹം തന്റെ കടമ അപ്ന കർത്തവ്യ.
നിഭായ, നിഭാന എന്ന് പറഞ്ഞാൽ നിർവഹിക്കുക എന്നാണ് അർത്ഥം. നിഭായ നിർവഹിച്ചു, അദ്ദേഹം തന്റെ കടമ നിർവഹിച്ചു. ഉനോനെ അപ്ന കർത്തവ്യ നിഭായ, ഹി പെർഫോംഡ് ഹിസ് ഡ്യൂട്ടി. അടുത്ത നോക്കാം. നിങ്ങളുടെ കൈവശം എത്ര പണമുണ്ട്? നിങ്ങളുടെ കൈവശം എത്ര പണമുണ്ട്? ഇവിടെ നിങ്ങൾ എന്നതാണ് സർവനാമം, അതിന്റെ കൂടെ കൈവശം. കൈവശം എന്നതിന് കെ പാസ് എന്നാണ് എഴുതേണ്ടത്. അപ്പോ കെ പാസ് എന്ന് പറയുമ്പോൾ കെ എന്നുള്ള കാരൊക്കെ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ തുമ്മിന്റെ കൂടെ കെ ചേർന്നാൽ തുമാരെ. ഓക്കെ, തുമാരെ പാസ്, നിങ്ങളുടെ കൈവശം എത്ര പണമുണ്ട്? എത്ര, കിത്തനെ പൈസേ ഹേ, എത്ര പണമുണ്ട്? നിങ്ങളുടെ കൈവശം എത്ര പണമുണ്ട്? തുമാരെ പാസ് കിത്തനെ പൈസേ ഹേ. ഹൗ മച്ച് മണി ഡു യു ഹാവ്? ഞാൻ ആരോടും പറഞ്ഞില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. ഇവിടെ ഞാൻ എന്നുള്ളത് മേമാണ്, മേമിന്റെ കൂടെ നേ, പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ്, കംപ്ലീറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നേ ചേർക്കണം. ഇനി ആരോടും എന്ന് പറയുമ്പോൾ ആര് എന്നുള്ളത് കോൻ, കോന്റെ കൂടെ നമ്മൾ സേ ചേർക്കണം അല്ലെ. അപ്പൊ കോൻ പ്ലസ് സേ എന്ന് പറയുമ്പോൾ കിസി സേ. കോൻ എന്നുള്ളത് സിംഗുലർ ആവുമ്പോ കോന്റെ കൂടെ സേ ചേർക്കുമ്പോ കിസി സേ. മേനെ കിസി സേ പറഞ്ഞില്ല, നെഹി കഹ. മേനെ കിസി സേ നെഹി കഹ, ഞാൻ ആരോടും പറഞ്ഞില്ല. ഐ ഡിഡ്ന്റ് ടെൽ എനിവൺ. അടുത്ത നോക്കാം. നിന്നോട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്നോട് തന്നെയാണ്, നിന്നോട് എന്ന് പറയുമ്പോ നീ എന്ന വാക്കിനൊപ്പം നമ്മള് സേ ചേർക്കണം അല്ലെ. നീ എന്നുള്ളത് തു, തു പ്ലസ് സേ തുജ് സേ, നിന്നോട്. ഇനി നിന്നോട് തന്നെയാണ് അത് ഉറപ്പിച്ച് പറയാൻ വേണ്ടി നമ്മൾ ഹീ ആണ് ചേർക്കുന്നത്. ഹായുടെ കൂടെ ഒരു ഈയുടെ ചിഹ്നം വരും. അപ്പൊ ഹീ, തുജ് സേ ഹി, നിന്നോട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രസന്റ് ടെൻസിൽ ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നിന്നോട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോ തുജ് സേ ഹി കഹ് രഹാ ഹൂ. ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എന്തെങ്കിലും രഹാഹു എന്ന് വന്നത്. അത് സ്ത്രീലിംഗാണ് പറയുന്നെങ്കിൽ രഹിഹു എന്ന് വരണം. ഞാൻ നിന്നോട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുജ്സെ ഹി കഹ് രഹാ ഹൂ, ഐ എം ടെല്ലിംഗ് ദിസ് ടു യു. ആരും അവനെ കണ്ടില്ല, ആരും അവനെ കണ്ടില്ല. കിസീനെ, ആരും എന്ന് പറയുമ്പോ കോന്റെ കൂടെ നേ ചേർക്കും. അപ്പൊ കിസീനെ അവനെ കണ്ടില്ല. അവൻ എന്ന് പറയുമ്പോ വഹ്, അതിന്റെ കൂടെ നമ്മൾ സേ ചേർക്കുമ്പോ വ പ്ലസ് സേ ഉസ്സേ, അവനെ കണ്ടില്ല. നെഹി ദേഖ, ആരും അവനെ കണ്ടില്ല. കിസീനെ ഉസേ നെഹി ദേഖ, നോബഡി സോ ഹിം. അപ്പൊ ഇതോടുകൂടി നമ്മുടെ 10 ക്ലാസ്സസ് ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇതിനു മുന്നേ ഉള്ള കാരക്കിന്റെ 3 പാർട്ടായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇട്ടിരുന്നു. അത് കണ്ടാൽ മാത്രമേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. കാരണം ഒരു സർവനാമത്തിന്റെ ഒപ്പം ഏത് കാരക വരണം എന്ന അതിന്റെ അർത്ഥം എങ്ങനെ വരണം എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ അത് ഇതിനു മുന്നേ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കണ്ടതിന് ശേഷം മാത്രം ഇന്നത്തെ വീഡിയോ കാണുക. അതുകൂടാതെ നമ്മൾ ഇട്ടിരിക്കുന്ന 1ാമത്തെ വീഡിയോ തൊട്ട് 10ാമത്തെ വീഡിയോ വരെ പരസ്പരം കണക്റ്റഡ് ആണ്. ആദ്യത്തെ വീഡിയോ കാണുന്ന ആളുകൾക്ക് മാത്രമേ ചിലപ്പോൾ 2ാമത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. അങ്ങനെ പരസ്പരം കണക്റ്റഡ് ആയിട്ടാണ് ഓരോ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ തൊട്ട് 10ാമത്തെ വീഡിയോ കണ്ടവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുള്ള നമ്മുടെ വ്യൂവേഴ്സ് ഉറപ്പായും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങളെ ഇനിയുള്ള വീഡിയോസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം.